രാവിലെ തന്നെ പാച്ചു അജു ഓഫീസിലാൻഡി. എന്താണ് പിള്ളേരെ ഇന്ന് നേരത്തെ? മനു ചോദിച്ചു. ഞങ്ങൾ അങ്ങ് നന്നാവാൻ തീരുമാനിച്ചടാ. അതിന് ഏപ്രിൽ മാസം കഴിഞ്ഞല്ലോ. അതിന് ഏപ്രിൽ ഫുൾ കഴിഞ്ഞു, അത് പറഞ്ഞതാണ് അമ്മച്ചി. ഓഹ്, ഞങ്ങളെ നന്നാവാനും സമ്മതിക്കരുത്. അരുതബോ അരുത്. നമ്മൾ സ്വപ്നം കാണുന്ന ഇന്ത്യ ഇങ്ങനെയല്ല. ഇവളെന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? നിനക്കിതുവരെ മനസ്സിലായില്ലേ? ഇല്ല, ഇതാണ് നമ്മൾ ആരും കാണാത്ത ആ മനോരോഗി. ഇവൾക്ക് തന്നെ അറിയൂല ഇവൾ എന്നാ കോപ്പാണ് പറയുന്നതെന്ന്. ഞങ്ങൾ അറിഞ്ഞില്ല, നീ വിഷമിക്കേണ്ട. വരുൺ നിന്നെ ഉപേക്ഷിക്കില്ല. അഞ്ഞു പോയേടി. നിങ്ങളെല്ലാം പറഞ്ഞ കോമഡി, ഞാൻ പറഞ്ഞ ട്രാജഡി. ഞാൻ പോകുന്നു. നീ പോകുവാണല്ലേ? വസു നിനക്ക് വേണ്ടി ഉണ്ണിയപ്പം തന്നു വിട്ടിരുന്നു. അതിനെ ആർക്ക് കൊടുക്കൂ എന്തോ. കൊച്ചു കളി, ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ കുട്ടാ. ആണോടാ കുട്ടാ? ഞങ്ങൾക്കില്ലേ? ഉഫ്, എല്ലാവർക്കും ഉള്ളതുണ്ടേ. ഇതെന്താ ചന്തയോ? നോക്കിയപ്പോ കാലൻ എല്ലാവരെയും നോക്കി പേടിപ്പിക്കുന്നു. നോ സാർ, നിങ്ങൾക്കൊന്നും വർക്കില്ലേ? ഉണ്ട് സാർ. പിന്നെ ഇവിടെ നിൽക്കാതെ എല്ലാവരും പോയി അവരുടെ വർക്ക് ചെയ്യാൻ നോക്ക്. ബ്രേക്ക് ടൈമിലാവാ നിങ്ങളുടെ സംസാരം. ഗോട്ടി. യെസ് സാർ. അതും പറഞ്ഞ് എല്ലാവരും വർക്കിലേക്ക് തിരിഞ്ഞു. ഡി പാച്ചു, എന്നാടാ? എങ്ങനെയാണ്? രാത്രി പോവല്ലേ? പിന്നല്ല. നമുക്ക് പൊളിക്കാം. ആരേലും അറിഞ്ഞ? പേടിപ്പിക്കാതെ. അച്ചു ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. പോയില്ലേ നമ്മളെ അവൾ കൊല്ലും. ബാക്കി ലഞ്ചിന് തീരുമാനിക്കാം. എല്ലാവരും വൈകിട്ട് വരെ എങ്ങനെയോ പിടിച്ചു നിന്നു. എന്തോ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അഭിയും കിച്ചുവിനെ രാവിലെ ഒരു വട്ടം കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിള്ളേര് ഹാപ്പി. അല്ലെ അഭി അവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം സെറ്റ് ചെയ്തു വന്നു. സച്ചു, പെട്ടെന്ന് വന്നോണം കേട്ടല്ലോ. വീടിന്റെ വാതിക്കെ എങ്ങനെ പോസ്റ്റ് ആക്കിയ. മനു സൗമ്യയോട് പറഞ്ഞു. മക്കൾ അവിടെ എത്തുമ്പോ ഞാൻ അവിടെ കാണും. കണ്ടാ മതി. എന്താടി പ്രശ്നാവൂ? നോവേ പാച്ചു, നമ്മൾ പൊളിക്കും. ആ, തകർക്കും. അപ്പൊ രാത്രി കാണാവേ. കൂരാ കുഴിയിട്ട് ദേ ആ മതിൽ ചാടുന്ന സാധനത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ടോർച്ച് അടിച്ച് നോക്ക് മനുഷ്യ. ഫുൾ ഓൺ ഇള്ളി പാസാക്കി മനുവിനെ നോക്കി. എവിടെയായിരുന്നു കോപ്പ ഇത്ര നേരം? അപ്പുറത്തെ വീട്ടിലെ ആ പീക്കിരി ഉറങ്ങണ്ടേ? അവിടെ ഫുൾ ലൈറ്റ് ആയിരുന്നു. അതാ. അല്ല, വണ്ടി എവിടെ? അത് കുറച്ചു മാറി ഇട്ടിട്ടുണ്ട്. നീ വേഗം വായോ. വരുന്നു. കുറച്ച് നടന്നപ്പോ ദേ കിടക്കുന്നു നുമ്മ വണ്ടി. ഒന്ന് വന്ന് കയറടി പുല്ലേ. ദേ വന്നു. പിന്നെ അച്ചുവിനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് സച്ചുവിന്റെ അടുത്ത് പോയി അവളെയും വിളിച്ചു. 5 കൂടി യാത്രയായി. ഡാ വേഗം വിട്ടു. ഓക്കെ. എന്നാടാ പാച്ച ആലോചിക്കുന്നേ? കാലം എങ്ങാനും അറിഞ്ഞ എന്റെ കാര്യം ആലോചിച്ചതാണ്. നീ പേടിക്കേണ്ട പാച്ച, ആരും ഒന്നും അറിയില്ല. അത് തന്നെ. പാച്ച ഒരു ദീർഘശ്വാസം എടുത്തു. അങ്ങനെ ഇരുന്നു. പയ്യെ പയ്യെ തൊള്ളകീറലിന് തുടക്കം കുറിച്ചു. ഒരു 1.5 മണിക്കൂറിന് ഡ്രൈവിന് ശേഷം അവർ സ്ഥലത്തെത്തി. എവിടെയാണെന്നല്ലേ? അമ്പലത്തിലെ ഉത്സവം കൂടാൻ. രാത്രിയിൽ അമ്പലപ്പറമ്പിൽ അരങ്ങേറുന്ന നാടകം കാണാനാണ് നമ്മുടെ പിള്ളേർ സെറ്റ് ഇറങ്ങിയത്. 2 അമ്പലങ്ങളിലെ ഉത്സവമാണ്. ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക്. മുകളിൽ തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. പെൺപടകൾ വായും തുറന്ന് നിൽക്കുക. വാ നടക്ക്. അതും പറഞ്ഞ് മനുവും വരുണും അവളുമാരുടെ കൈ പിടിച്ച് നടന്നു. ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുതെന്ന് പറഞ്ഞ് അവരുമായി നടക്കാൻ തുടങ്ങി. റോഡുകളിൽ ഉടനീളം വളകളും കയ്യിൽ മൈലാഞ്ചി ഇട്ടുവെച്ചിരിക്കുന്ന നാടോടികളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചുനേരം വടക്കേടത്ത് അമ്പലത്തിൽ ഇരിക്കാം. അത് കഴിഞ്ഞ് തെക്കേടത്ത് അമ്പലത്തിൽ പോവാം. ഓക്കെ. എന്നാ രസാണല്ലേ? നോക്കിയേ. ഇങ്ങനെ നിൽക്കാതെ വാ. സ്ഥലം ഉള്ളിടത്ത് നോക്കിയിരിക്കാം. ദേ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അങ്ങോട്ട് പോവാം. ആളുകളുടെ ഇടയിൽ കൂടി നടന്ന് അങ്ങോട്ട് പോയി അവിടെ ഇരുന്നു. ഡാ ഐസ്ക്രീം. എനിക്കും. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. എനിക്ക് വാനില, ചോക്ലേറ്റ്, എനിക്ക് ബട്ടർ സ്കോച്ച്, എനിക്ക് ഏതേലും മതി. അവരുടെ ഇടയിൽ കൂടി പോകുന്ന ഇഞ്ചി മിഠായി എല്ലാം മേടിച്ചു. ഐസ്ക്രീം കഴിച്ചു. പരിപാടി കണ്ടിരുന്നു. എന്നാ കളക്ഷൻ ആണല്ലേ? നോക്കി. മതി നോക്കിയത്. നമുക്ക് തെക്കേടത്ത് അമ്പലത്തിലേക്ക് പോവാം. വള വേണോ? എന്നാ വായോ. അത്രയ്ക്ക് തിരക്കില്ലാത്ത ഒരു കടയിൽ കയറി വള, മാല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഡാ എനിക്ക് കയ്യിൽ മൈലാഞ്ചി ഇടണം. അത് കെമിക്കലാണ്. പല അലർജിയും ഉണ്ടാവും. എനിക്കങ്ങനെ അലർജി ഒന്നും വരൂല. പ്ലീസ് പ്ലീസ്. പോയിട്ടോ. അവൻ അവളുടെ കൂടെ ചെന്ന് അവൾക്ക് മൈലാഞ്ചി ഇട്ടു. ദേ മോളൂസേ, ബജിക്കട. അത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. പിന്നെ കോളിഫ്ലവർ ബജി, മുളക് ബജി, മുട്ട ബജി എല്ലാം മേടിച്ചു കഴിച്ചു. കൂടാതെ കരിമ്പ് ജ്യൂസും. പാച്ചുവും സച്ചുവും അച്ചുവും കൂടി വരുണിന്റെ അനിയത്തിക്ക് കമ്മലെല്ലാം മേടിച്ചു. ഓരോ കാഴ്ചയും ആസ്വദിച്ച് നടന്നു. ചെക്കന്മാർ കൂടെ തന്നെ ഉണ്ട്. അല്ലേ ഇതൊക്കെ കൂട്ടം തെറ്റിപ്പോ. കലപില എന്ന് എന്തൊക്കെയോ കിടന്ന് കാറുന്നുണ്ട്. നടന്ന് കാർണിവൽ ഏരിയയിലെത്തി. പിന്നെ 3നെയും പിടിച്ചാ നിൽക്കൂ. വള്ളത്തിൽ കയറി ഡ്രാഗണിൽ. പേടിയുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെയാണ് എല്ലാത്തിലും കയറുന്നത്. ഡാ ആകാശത്തൊട്ടിയിൽ കയറാം. അത് വേണ്ട പ്ലീസ്, ഒന്ന് കയറ്റ്. നടക്കില്ല. കഷ്ടമുണ്ടേ.
തല കറങ്ങും, അതുകൊണ്ട് വേണ്ട. ഇല്ല അല്ലേ? അതെ. അവസാനം അവളുമാരുടെ ബേളം കാരണം കയറ്റി. പിന്നെ അതിൽ കയറി കാറിക്കൂവലായിരുന്നു. സച്ചു നൈസായിട്ട് വാള് വെച്ച് പേടിച്ചു. പാച്ചു പിന്നെ കണ്ണു തുറക്കാൻ പോയില്ല. അച്ചുവാണ് ഇതൊക്കെ എന്തെന്നാണ്. ആകാശത്തൊട്ടിൽ ആട്ടയെല്ലാം കഴിഞ്ഞ് ഒരു കടയിൽ കയറി കുലുക്കി സർബത്ത് കുടിക്കാൻ നിന്നപ്പോഴാണ് മക്കളെ ആ കാഴ്ച കണ്ടത്. ദേ വരുന്നു വിനോദ് സാറ്, കാലനും കിച്ചേട്ടനും. കലിപ്പ്, കട്ട കലിപ്പ്. നമുക്ക് ഓടിയാലോ? അവിടെ നിന്നോ, അല്ലെ ഓടിച്ചിട്ടടിക്കും. അവരെ തിരക്കില്ലാത്ത സ്ഥലത്തുകൊണ്ട് നിർത്തി. ആരോട് ചോദിച്ചിട്ടാ 5 കൂടി ഈ രാത്രിയിൽ ഇറങ്ങിയത്? അത് ഉത്സവം കാണാൻ. പാച്ചു നൈസായിട്ട് അഭിയെ നോക്കി. അവളെ നോക്കി കലിപ്പിച്ച് നിൽക്കുക. അവൾ വേഗം തന്നെ തല താഴ്ത്തി. എന്ന് തുടങ്ങി മതിലിയാട്ടം? ഇന്ന് ആദ്യമായിട്ടാ അല്ലേ? ആ. ഇവളുമാർക്ക് ബോധമില്ല. നിങ്ങൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുവാണോ? അതേട്ടാ, ആഗ്രഹം പറഞ്ഞപ്പോ പറ്റില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? ആരുടെ? എന്റെ. അഭി അവളെ തറപ്പിച്ചു നോക്കി. വീട്ടിൽ പറഞ്ഞ എല്ലാവരോടും ചോദിച്ചിട്ട് കൊണ്ടു പോകത്തില്ലേ? ഇങ്ങനെ മതില് ചാടുവാണോ ചെയ്യുന്നത്? ആരോടും പറയാതെ ഇങ്ങനെ പോയ എന്തെങ്കിലും പറ്റിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇന്നലെ അഭിയേട്ടനോട് ചോദിച്ചാ. എന്ത്? പുറത്തു കൊണ്ടുപോകുമെന്ന്. അല്ലാതെ ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞോ? പോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്. 5 നല്ല കുട്ടികളായിട്ട് തലകുലുക്കി. എന്നാ വാ പോവാം. അത് അഭിയേട്ടാ, തെക്കേടത്ത് അമ്പലത്തിൽ നാടകമുണ്ടേ, അത് കണ്ടിട്ട് പോവാം. അവര് പരസ്പരം നോക്കി. കിച്ചു ചിരിച്ചപ്പോ പിന്നെ അവരും സമ്മതിച്ചു. വിനോദ് അച്ചുവിനെ പിടിച്ച് തന്റെ കൂടെ നടത്തി. കൈവലിക്കാൻ നോക്കിയപ്പോ നോക്കി പേടിപ്പിച്ചു. അടങ്ങി നിക്കടി, അല്ലെ ഇത്ര ആളുകളുടെ ഇടയിൽ ഞാൻ നിന്നെ കിസ് ചെയ്യും. വേണോ? വേണ്ട. എന്നാ ഓക്കെ. പിന്നെ എല്ലാവരും അമ്പലപ്പറമ്പിൽ പോയിരുന്നു. പാച്ചു കിച്ചുവിന്റെ അബിയുടെ നടക്കിരുന്നു. പാച്ചു ഇടയ്ക്ക് അബിയെ നോക്കുന്നുണ്ട്. എന്നാ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുകയാണ് അബി. നീ കൂടുതൽ നോക്കണ്ട, അവൻ ആകെ ദേഷ്യത്തിലാണ്. ഒരു ഐഡിയ പറഞ്ഞതാ. മതില് ചാടുമ്പോ ആലോചിക്കണമായിരുന്നു. ശവത്തെ കുത്താതെ. നിങ്ങൾ ഇവിടെ ഇരി, ഞാൻ പോയി കപ്പലണ്ടി മേടിച്ചോണ്ട് വരാം. ഞാനും വരാം. എനിക്ക് മുളകിട്ടത് മതി. കിച്ചു അവളെ തറപ്പിച്ചു നോക്കിപ്പോയി. പാച്ചു അബിയോട് കുറച്ച് ചേർന്നിരുന്നു. അവന്റെ കൈ ചുറ്റിപ്പിടിച്ചു. എവിടെ? നോ മൈൻഡ്. അബിയേട്ടാ, ഇനി ആവർത്തിക്കൂല, സത്യം. എങ്ങനെ മിണ്ടാതിരിക്കരുതേ. അവനൊന്നും മിണ്ടാതെ നാടകം കണ്ടുകൊണ്ടിരുന്നു. കയ്യിലെ നനവ് തട്ടിയപ്പോഴാണ് പാച്ചു കരയുന്നത് കാണുന്നത്. അബി അവളെ നെഞ്ചോട് ചേർത്തിരുത്തി. ഇനി ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കൂ? സോറി, നാളെ തൊട്ട് കമ്പനി വരണ്ട. സത്യം? ആടി, ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കൊച്ചു വീട്ടിൽ നിന്നോ. റിലേറ്റീവ്സ് എല്ലാരും നാളെ വരും എന്ന് അച്ഛ പറഞ്ഞു. കുരുത്തക്കേടൊന്നും കാണിക്കരുത്. കുറച്ചു നേരം നാടകം കണ്ട് പാച്ചു അവന്റെ നെഞ്ചിച്ചാരി ഇരുന്ന് ഉറങ്ങി. അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഉറങ്ങി. നാടകം കാണാൻ വന്ന ബെസ്റ്റ് ആളുകൾ. നാടകം കഴിഞ്ഞ് അവരെ കുത്തിപ്പൊക്കി വീട്ടിലോട്ട് വിട്ടു. പോകുന്ന വഴി ഹൈഡ്രജൻ ബലൂണും കരിമ്പും അച്ചു ഒരു ടെടിയും എല്ലാം മേടിച്ചാണ് പോയത്. ഇന്നാണ് നമ്മുടെ പിള്ളയുടെ കല്യാണത്തലേന്ന്. അങ്ങനെ തലേന്ന് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. പറയത്തക്ക പരിപാടി തലേ ദിവസം ഇല്ല. ഡി ആ, എന്താണ് ശോകം? ആ, എനിക്കറിയില്ല. അതെന്താ അറിയാത്തെ? ഇതെവിടെന്ന വൃത്തികെട്ട ശബ്ദം എന്ന് നോക്കിയപ്പോ വാതിലിന്റെ സൈഡിൽ കുറച്ച് കഴുതകൾ. എല്ലാരും കൂടി ഇടിച്ചു കയറി റൂമിൽ പറ്റി. ഇന്നാണോ എല്ലാത്തിനും എഴുന്നള്ളാൻ പറ്റി? ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലേ, എന്നിട്ടാണോ? സോറിടാ, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടി വരണ്ടേ. വീണങ്ങല്ലേ ചങ്കേ, നീ പോടാ. പിന്നെ എല്ലാവരുമായി അടിച്ചു പൊളിച്ചു നടന്നു. മനുവും വരുണും വൈകിട്ട് വരെ അവിടെ കൂടി. എന്നിട്ട് അബിയുടെ അങ്ങോട്ട് പോയി. സൗമ്യ അച്ചു നേരത്തെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പോ അനുവും കൂടിയപ്പോ കോരം തികഞ്ഞു. അപ്പൂസ് ഇവിടെയാട്ടോ. 6 മാസമായോണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാലും അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. ഇവിടെ എല്ലാവരും ഓടി നടക്കുവാണേലും ഒരു കണ്ണ് അപ്പൂന്റെ പുറകെ തന്നെ കാണും. രാത്രിയായപ്പോ എല്ലാവരും കൂടി കിച്ചുവിന്റെ ചുറ്റും ഇരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, കൊച്ചിനെ താലി കെട്ടി പ്രാക്ടീസാണ്. ഇത് കടുങ്കെട്ടാവുന്നു. അങ്ങോട്ട് കെട്ടി പഠിക്കും. മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാതെ പോവാൻ നോക്കി. പിന്നെ വേറെ ആരും കല്യാണം കഴിക്കാത്ത പോലെ. ഞാൻ ആദ്യമായിട്ടാ. പിന്നെ ബാക്കി എല്ലാരും 1-2 കെട്ടുവല്ലേ. ഒന്ന് പോയടാ. നീ പൊടി. താൻ പോടോ. മതി, എല്ലാവരും പോയി കിടക്കാൻ നോക്കി. രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടേ. ഞാൻ അച്ഛയുടെ അമ്മയുടെ റൂമിൽ പോയി കിടന്നു. അച്ഛനും അമ്മയും ഇതുവരെ വന്നില്ല. പുറത്ത് പണിയുണ്ടേ. അവരെ നോക്കി അങ്ങനെ ഇരുന്നു. ചെറുതായി ഉറക്കം പിടിച്ചു വന്നപ്പോഴാണ് എന്റെ തലയിൽ തലോടലറിഞ്ഞത്. എന്നെ പുതപ്പിച്ചു. എന്റെ അപ്പുറവും ഇപ്പുറവുമായി അച്ഛനും അമ്മയും കിടന്നു. അവരെ രണ്ടുപേരെയും ചുറ്റി കെട്ടിപ്പിടിച്ച് കിടന്ന് അപ്പോഴും അച്ഛയുടെ കൈകൾ എന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പച്ചു, മതി, എഴുന്നേറ്റ് പോയി റെഡിയാവാൻ നോക്കിയേ. സമയം എത്രയായെന്ന് വല്ല വിചാരം ഉണ്ടോ നിനക്ക്? അമ്മ കുത്തിപ്പൊക്കിയിട്ട് പോയി. പിന്നെ കുളിച്ചു വന്നപ്പോ താവണയും കൊണ്ടുവന്നു. അതിട്ട് മുടി കുളിപ്പിന്നിൽ പിന്നിയിട്ടു. കിച്ചുവായിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു. കാവിൽ പോയി വിളക്ക് വെച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് ഒരുങ്ങാൻ കയറി. അമ്പലത്തിൽ വെച്ച് താലികെട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ ഒരുങ്ങാതെ സിമ്പിളായി സെറ്റ് സാരി ഉടുത്തിറങ്ങി. അപ്പൂവും അച്ചു അനുവും സൗമ്യയും കൂടി അടിപൊളിയായി പാച്ചുവിനെ ഒരുക്കി. പിന്നെ അങ്ങോട്ട് അനുഗ്രഹം മേടിക്കൽ ചടങ്ങായിരുന്നു. കുമ്പിട്ട് 2 നടു ഒടിഞ്ഞു. കിച്ചു നല്ല അടിപൊളി ചെത്തി നിൽക്കുമായിരുന്നു. ചേട്ടാ, നിനക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു?
പിന്നെ നീ എന്നതാ കരുതി? ഞാൻ ഹാൻസം അല്ലേ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടേ മുത്തേ. യാ എന്റെ കൊച്ചിന് കണ്ണു കിട്ടണ്ട. അതും പറഞ്ഞ് കിച്ചു കെട്ടിപ്പിടിച്ചു അവളെ. വാ, സമയാകാറായി, അമ്പലത്തിലേക്ക് തിരിക്കാം. അവരവിടെ എത്തിയെന്ന് വിളിച്ചു. പിന്നെ അമ്പലത്തിലേക്ക് പോയി. കിച്ചുവേട്ടൻ നേരത്തെ പോയി അകയുടെ മാലയിട്ട് സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വന്നു. എന്റെ കൈ പിടിച്ച് അമ്പലത്തിന്റെ പടികൾ കയറി. ആ കൈകളിൽ ഞാൻ എന്നും സുരക്ഷിതയായിരുന്നു. എന്റെ കുറുമ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന, എന്റെ ആഗ്രഹങ്ങൾ ഞാൻ അറിയാതെ മനസ്സിലാക്കുന്ന, എവിടെയെങ്കിലും വീണു പോകുമ്പോൾ ഒന്നുമില്ല ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യായുസ് മകൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ. എന്നും എന്റെ ആദ്യ പ്രണയം എന്റെ അച്ഛയാണ്. ആ കൈകളിൽ മുറുകെ പിടിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു ചേർത്ത് പിടിച്ചു. അമ്പലനടയിലേക്ക് നടക്കുമ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ. നിറഞ്ഞ പുഞ്ചിരി എനിക്ക് വേണ്ടി സമ്മാനിച്ചു നിൽക്കുന്നത്. കസവിന്റെ മുണ്ടും മേൽമുണ്ടും ധരിച്ചു നിൽക്കുന്ന അഭിയേട്ടനെ, കൂടെ തന്നെ അതേ വേഷത്തിൽ കിച്ചുവേട്ടനും. കിച്ചുവേട്ടന്റെ അടുത്ത് നിൽക്കുന്ന ഗൗരിയച്ചയെ ആരും നോക്കിപ്പോകും, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അച്ഛ കൊണ്ട് അഭിയേട്ടന്റെ അടുത്തുകൊണ്ട് നിർത്തി. തിരുമേനി വന്ന് താലി കെട്ടാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ അഭിയേട്ടൻ മഞ്ഞ ചരടി ചേർത്തിട്ടിട്ടുള്ള താലി എന്റെ കഴുത്തിൽ അണിയിച്ചു. താലി കെട്ടുന്നതിന് കൂടെ എന്റെ ചെവിയിൽ അമർത്തി ഉമ്മ വെച്ചു. ചെറുതായി ഒന്ന് കടിച്ചു. എന്നെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. പോയി തൊഴുതു വരിക കുട്ടികളെ. ആ തിരുനടയിൽ നിൽക്കുമ്പോൾ കുഞ്ഞിഷ്ണനോട് പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സന്തോഷത്തിന്റെ ഫലമായി കണ്ണുകൾ നിറഞ്ഞു. നോക്കിയപ്പോൾ ഗൗരിയേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ കുറച്ചു നേരം ഫോട്ടോസ് എടുക്കലായിരുന്നു. അങ്ങോട്ട് പിന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ബാക്കി ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അവിടെ ചെക്കന്മാർ കുർത്തയും മുണ്ടുകൊടുത്ത് മണ്ഡപത്തിലുണ്ടായിരുന്നു. ഞാനാണ് ഫുൾ കുളമാകും ഇതൊക്കെ ഇട്ട്. ആകെ എന്തോ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും താലപ്പൊലിയുടെ അകമ്പടിയോട് കൂടി സ്റ്റേജിൽ കയറി. ഗൗരിയേച്ചി പിന്നെ ഫുൾ കാമാൻ കൊയറ്റായിരുന്നു. കിച്ചുവേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലിമാല ഇട്ടു. ചേച്ചി പൂമാല ഇട്ടു കൊടുത്തു. സിന്ദൂരം ചാർത്തിയപ്പോൾ കിച്ചുവേട്ടൻ ചേച്ചിയുടെ മുറുതാവിൽ ചുംബിച്ചു. പിള്ളേർ സെറ്റ് എല്ലാവരും കളിയാക്കി. ഞാനും. ഞങ്ങളുടെ ആയിരുന്നു. താലിമാല ഇട്ട് തന്നു, സിന്ദൂരം ചാർത്തി. പക്ഷെ അവിടെ ഉമ്മികളൊന്നുമില്ലായിരുന്നു. പിന്നെ രാവിലത്തെ കിട്ടി ബോധിച്ചല്ലോ. പിന്നെ വിശ്വച്ച കന്യാദാനം ഗൗരിയേച്ചിയുടെ നടത്തി. എന്റെ അച്ഛൻ പിന്നെ അഗ്നിക്ക് വലം വെച്ചു. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം അങ്ങ് മേടിച്ചു. ഈ സമയം അത്രയുമായി ഞങ്ങൾ ഇതുവരെ ഒന്നും മിണ്ടിയതുപോലുമില്ല. വിഷമായി. അതൊക്കെ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇടുപ്പിക്കൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിയത്. എന്നാടാ പാറൂട്ട ആലോചന? ഒന്നുമില്ലേ? ഇല്ലെന്നേ. ആ ബേട്ട സാരിക്കിടയിൽ കൂടി കൈ കടത്തിയത് ഞാൻ കൂർപ്പിച്ചു നോക്കി. പാവം ശശിയായി. ബ്യൂട്ടീഷ്യൻ ചേച്ചി അതൊക്കെ പിന്നൊക്കെ വെച്ച് അങ്ങ് മറച്ചു. പാവം നമ്മ കാലൻ എന്നെ ഒന്ന് നോക്കി. ഞാൻ അന്തസയങ്ങ് ഇളിച്ചു കാണിച്ചു. പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ടായിരുന്നു. മുതലെടുക്കുവാണല്ലേ? അതേലോ. പോകുന്നു, എടുക്കുന്നു, ഉമ്മ വെക്കുന്നു. ക്യാമറമാനെ ഞാൻ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പിള്ളേർ സെറ്റ് കളക്ഷൻ എടുത്ത് തകർക്കുന്നു. മന തകർത്തു വരുക. അബിയും ഇവിടെ പാച്ചിനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കലാണ്. കിച്ചു അബിയെ കടത്തി വെട്ടും എന്ന പോലെയാണ്. രണ്ടും കൂടി നന്നായി പിക്കെടുക്കലാണ്. അവസാനം വിശപ്പിന്റെ വിളി എന്നെ തളർത്തി. എന്റെ അടുത്ത് വന്ന് കുറച്ച് ശർക്കരയും ചിപ്സും തന്നിട്ട് മനു പോയി. അതാരും കാണാതെ പതുക്കെ പതുക്കെ വായിലിട്ടു. അബിയേട്ടാ, വാ നമുക്ക് പോയി കഴിക്കാം, എനിക്ക് വിശക്കുന്നു. ആണോ? അപ്പോഴേക്കും വാസു വന്ന് കഴിക്കാൻ വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങ് കയറിയിരുന്നു. എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ? അതും ആലോചിച്ചിരുന്നപ്പോഴാണ് രണ്ട് ചെറിയ ഉരുളി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഒന്ന് കിച്ചുവേട്ടനും ചേച്ചിക്കും, അടുത്തത് ഞങ്ങൾക്കും. പിന്നെ അതിലായിരുന്നു സദ്യ. എന്റെ കല്യാണ സദ്യ കുളം തോണ്ടിയിട്ട് നിൽക്കുന്ന നോക്കി പാരട്ട പട്ടി കൂട്ടുകാരൻ. വിശന്നിട്ട് കഴിക്കാൻ നിന്നപ്പോ ദേ വരുന്നു അടുത്തത്. അങ്ങ് ഊട്ടിക്കൊടുക്ക്. കിച്ചുവേട്ടൻ ചേച്ചിക്കും, ചേച്ചി കിച്ചുവേട്ടനും വാരിക്കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എവരി ഡോഗ് ഹാസ് എ ഡേ. അതേലോ, ഇന്ന് ഞങ്ങളുടെ ദിവസം. അബിയേട്ടനെ നോക്കിയപ്പോ അതൊക്കെ ആസ്വദിച്ച് ചെറിയ പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. അബിയേട്ടൻ എനിക്ക് വാരി തന്നു. അതുപോലെ ഞാനും വാരിക്കൊടുത്തു. എന്നാൽ എന്റെ കയ്യിലിട്ട് ചെറിയ കടി തരാനും മറന്നില്ല. ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോ ദേ കഴിക്കാതെ ഇരിക്കുന്നു. അബിയേട്ടാ കഴിക്കുന്നില്ലേ? എനിക്ക് നീ വാരിത്തരണം. നടക്കില്ല മോനൂസേ. എന്നാ ഞാൻ കഴിക്കുന്നുമില്ല, പോരെ, കയറി വെച്ചിരുന്നു. പിന്നെ അബിയേട്ടൻ വാരിക്കൊടുക്കാൻ തുടങ്ങി. അബിയേട്ടൻ എനിക്ക് പായസവും അങ്ങനെ അടപ്രഥമനും പപ്പടവും പഴവും കൂടി മിക്സ് ചെയ്ത്. നോക്കിയപ്പോ അബിയേട്ടൻ എന്നെ ഒരു നോട്ടം. സില്ലി ബോയ്. ക്ലാസ്സിൽ കുടിക്കുന്ന ഏട്ടനും ഒന്നും ഇതിന്റെ ടേസ്റ്റ് അറിയൂല. ഇച്ചിരി അച്ചാറും തൊടികറികളിൽ നിന്ന് കുറച്ചു എടുത്ത് അത് മിക്സ് ചെയ്ത് നന്നായി എന്നിട്ട് അബിയേട്ടന് കൊടുത്തു. എന്നെ ഒരു നോട്ടം. വാ തുറക്ക് ചെക്ക. വേണ്ട, ഞാൻ ഗ്ലാസ്സിൽ കുടിച്ചോളാം. അങ്ങോട്ട് തുറന്നോ? ഞാൻ തരാം, നല്ല ടേസ്റ്റിയാണ്, തുറക്ക്. വാ തുറന്ന് തന്നപ്പോ തന്നെ എന്റെ കയ്യിലുള്ളത് വായി വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട്? അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനും അബിയേട്ടനും കൂടി ആ ഉരുളി അങ്ങ് നക്കി വടിച്ചു. 2 ദിവസമായിട്ട് രണ്ടൊന്നും കഴിച്ചില്ലേ? ഇല്ല. എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അതെനി കഴുകണ്ട, അത്രയ്ക്ക് ക്ലീൻ അല്ലേ? അത് ശരിയാ. അയ്യോ, എന്താടാ?
എനിക്ക് പച്ചമോര് തന്നില്ല. എന്തോ നാടി, കുറച്ചെടുത്ത് താടാ. ഇന്ന അതിനു വേണ്ടി പിണങ്ങണ്ട. പിന്നെ കൈ കഴുകാൻ പോയി. കൈ കഴുകി തിരിഞ്ഞപ്പോ അഭിയേട്ട എന്നെയും കൊണ്ട് കുറച്ച് മാറി. ആരും കാണാതെ കൊണ്ട് നിർത്തി. അഭിയേട്ട, എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ എത്ര ദിവസമായി ഒന്ന് നേരെ ചൊവ്വെ കണ്ടിട്ട് സംസാരിച്ചിട്ട്? ഇത്രയും ദിവസം പിടിച്ചു നിന്ന പാട് എനിക്കറിയാം. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ രസാടാ നിന്നെ കാണാൻ. നിന്റെ നെറുകയിലെ ഈ സിന്ദൂരം ഒന്നും കൂടി എന്റെ കൊച്ചിനെ സുന്ദരിയാക്കി. പക്ഷേ ഇത് നിനക്കെന്തോ? ഏത്? ദേ ഇത്. അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു പിടച്ചിലോടെ അവൾ ഉയർന്നു പൊങ്ങി. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ ആവേശത്തോടെ നുണഞ്ഞു. ഒരു കൈ കൊണ്ട് അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് തള്ളി മാറ്റി. അവൻ അവളുടെ അതരത്തെ അമർത്തി മുത്തി അവളെ മോചിപ്പിച്ചു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ ലിപ്സ്റ്റിക്ക് അത് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനെടുത്തു. പോടെ കാല, ഞാൻ ഇപ്പൊ വടിയായനെ. നീ ഇപ്പൊ ഇങ്ങനെയാണ്, നീ എന്നെ താങ്ങുവോ പെണ്ണെ? ചി, ഒന്ന് പോയേ. എന്ത്? ഞാൻ കാര്യമാ പറഞ്ഞത്. ആണോ? അറിഞ്ഞില്ല. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? അവിടെ എല്ലാവരും നിങ്ങളെ തിരക്കുന്നു. വരാൻ നോക്ക്. ആ പിന്നെ വരുമ്പോ സാറിന്റെ മുഖത്തെ ആ സിന്ദൂരങ്ങ് തുടച്ചേക്ക്. അപ്പൊ ഞാൻ പോകുന്നു. ഇതിന്റെ കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെന്താ, ഞാൻ എന്റെ പൊണ്ടാട്ടിയല്ലേ ഉമ്മ വെച്ചത്, ഞാൻ ഇനിയും വെക്കും. ഇത്തിരി നാണം. നിന്റെ കൂടെ കൂടി അതും പോയി. അതും എനിക്കിട്ട് വെച്ചോ. ഇങ്ങ് വരാൻ നോക്ക്. അവന്റെ മുഖത്തെ സുന്ദരം തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു. അവിടെ എത്തി കുറച്ചു നേരം പിള്ളേർ സെറ്റൊക്കെ ആയി ഫോട്ടോ എടുത്തു. തകർത്ത് ചിരിച്ച് കവിളൊക്കെ നാലിനും വേദന എടുക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ സമയമെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ പാച്ചുവിന്റെ നെഞ്ചു പിടഞ്ഞു. അവളെ യാത്രയാക്കാൻ എല്ലാവരും നിരന്നു നിന്നു. പാച്ചു വാസുവിനെ മുറുകെ കെട്ടിപ്പിടിച്ച് കവിൾ അമർത്തി ചുംബിച്ചു. എന്റെ കുഞ്ഞവിടെ കുറുമ്പൊന്നും കാട്ടരുത്. രാവിലെ എഴുന്നേക്കണം. പിന്നെ നല്ല കുട്ടിയായിരിക്കണം. ആ വാസുട്ടാ, ഞാൻ നല്ല കുട്ടിയായിരിക്കും. പോരെ? വാസു അവളെ ചേർത്ത് പിടിച്ചു. നിറഞ്ഞു നിന്ന കണ്ണുനീർ അവൾ പിടിച്ചു വെച്ചു. കിച്ചു അവളെ കെട്ടിപ്പിടിച്ചു. അവരെ നീ വെറുതെ വിടണേ, ആലോചിക്കാം. അച്ഛേ. അവൾ ഒന്നും പറയാതെ അച്ഛയുടെ നെഞ്ചിലോട്ട് ചാരി. ഒന്നും പറഞ്ഞില്ല. അവൾ അച്ഛയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ അയാളുടെ ഉള്ളു പൊള്ളിച്ചു. എനിക്ക് പോണ്ട. എന്താടാ? വാവേ, നിന്റെ ഒരു വിളിക്കപ്പുറം ഞാൻ ഇല്ലേടാ കണ്ണാ. ദേ അബിയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. നല്ല കുട്ടിയായി, പോയി വായോ. അച്ഛയുടെ താന്തോന്നി. അബി പോയി ഗൗരിയെ ചേർത്ത് പിടിച്ചു. അകിയും അബിയും കൂടി അവളെ കിച്ചുവിന്റെ കൈ ചേർത്ത് വെച്ചു. അവിടെയും കരച്ചു തന്നെ. അത് കഴിഞ്ഞ് അബി മുണ്ട് മടക്കി കുത്തി പാച്ചുവിനെ കോരിയെടുത്തു. പ്രതാപിനെ നോക്കി കണ്ണു ചിമ്മി. അപ്പൊ ഞങ്ങൾ പോകുന്നു, റിസപ്ഷൻ കാണാട്ടോ. അതും പറഞ്ഞ് കാറിലേക്ക് നടന്നു. പിള്ളേരുടെ സെറ്റെല്ലാം കോവി വിളിച്ച് അവരുടെ സന്തോഷം അങ്ങ് അറിയിച്ചു.